ഹലോ ഗൈസ്, നമ്മളിന്ന് നല്ല മത്തി വറ്റിക്കലാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടി നമ്മൾ ഇപ്പോൾ കടുക് ഇടുകയാണ്. ഇട്ട് പൊട്ടി തീരുമ്പോഴാണ് നമ്മൾ മത്തിക്ക് ആവശ്യമുള്ള ഈ ഉള്ളി, മാങ്ങ, ഈ തക്കാളി, പിന്നെ മുളക്, ഇതെല്ലാം നമ്മൾ ചേർത്തിട്ട് ഒരു മത്തി വറ്റിക്കാൻ ചെയ്യാൻ പോണേ. നല്ല നാടൻ മത്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ലാതെ നല്ല ഇഞ്ചി നമ്മൾ ചതച്ചോണ്ടിരിക്കുകയാണ്. ഇഞ്ചി ചതക്കുന്ന വീഡിയോ ആണ് ഗൈസ് ഇപ്പൊ കാണുന്നത്. ഗൈസ് ഇളക്കുന്നു എല്ലാം ഒന്ന് നമ്മളിതിലേക്ക് സവോള, ചെറുള്ളി അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യുന്നു. തക്കാളി നമ്മളതിലേക്ക് കുറച്ച് സവോള ചെറുതായിട്ട് വാടിയ ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കും കേട്ടോ. ഈ സാധനം നമ്മളായിട്ട് നന്നായിട്ട് വാടിയ ശേഷമാണ് ചെറുതായിട്ട് വാട്ടം കിട്ടിയ ശേഷം ബാക്കിയുള്ള നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് മത്തി വറ്റിക്കൽ, നല്ലൊരു നാടൻ രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ല രീതിക്കുള്ള ഒരു എന്തായാലും പറയാം, നല്ലൊരു നാടൻ സ്റ്റൈൽ എന്നൊക്കെ പറയില്ലേ, നാട്ടിൻപുറത്തൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. നമ്മൾ പഴയ അമ്മമാരൊക്കെ ചെയ്യില്ലേ, പണ്ടത്തെ അമ്മമാർ ചെയ്യാറുണ്ട്. മത്തി വറുത്ത് കഴിഞ്ഞാൽ തേങ്ങയില്ലാതെ അതിനെ വൃത്തിയായിട്ട് പറ്റിച്ച് നല്ല രസമായിട്ട് നമുക്ക് വെച്ച് തരാറുണ്ട് അല്ലേ. ആ ഒരു രീതിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തായി ഗൈസ്, നമ്മളിപ്പോൾ ഇതിലിപ്പോൾ തക്കാളി നമ്മൾ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്, അത് നമ്മൾ ആഡ് ചെയ്യുന്നു. പിന്നെ ഒരു ചെറിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട്, അത് നമ്മൾ ചെറുതായി കട്ട് ചെയ്തു. ആ മാങ്ങ നമ്മളിപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സാധനത്തിനൊരു പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് കിട്ടും. മത്തി വറ്റിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മാങ്ങ ചെറുതായിട്ടൊന്ന് അതിൻ്റെ കൂടെ വാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ സാധനത്തിന് ടേസ്റ്റ് കിട്ടും. നമ്മളിപ്പോൾ ഇതിലേക്ക് മഞ്ഞപ്പൊടി കുറച്ച് ആഡ് ചെയ്യാം. മഞ്ഞപ്പൊടി ഒരു 1/4 ടീസ്പൂണ് മതി, അത്ര ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ ഇടാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് മുളക് പൊടി നമ്മൾ പാകത്തിനിടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മുളക് പൊടിയാണത്, കാശ്മീരിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, 1 ടീസ്പൂണും ധാരാളം മതി. അതിൽ പാകത്തിനുള്ള ഉപ്പിടുക. നമുക്ക് എത്രയാണ് വേണ്ട വെച്ചാൽ